Hi everyone, welcome back to cakenflakes. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണത് ഒരു ചെറിയ കമ്പാരിസൺ വീഡിയോ കൊണ്ടാണ്. അപ്പോൾ ഞാനിത് കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതൊരു വീഡിയോ ഇപ്പം ഞങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു വീഡിയോ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ താഴത്തായിട്ട് ഒരുപാട് കമൻസ് വരാറുണ്ട്. മെയിനായിട്ട് നമ്മൾ ഗ്രാംസിലാണ് നിങ്ങൾക്ക് മെഷർമെൻറ്റ് തരുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളോട് ഡൗട്ട് ചോദിക്കണത് അത് കപ്പ് മെഷർമെൻറ്റിലോട്ട് മാറ്റി തരാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോണത് കപ്പ് മെഷർമെൻറ്റ് എങ്ങനെ അളക്കാം, പിന്നെ അതുപോലെ വെയിങ് സ്കെയിൽ വെച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെ അളക്കാം, പിന്നെ രണ്ടും തമ്മിൽ എങ്ങനെയാണ് അളവുകളുടെ വ്യത്യാസം വരുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും മെഷർമെൻ്റ് ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ വെയിങ് സ്കെയിൽ വെച്ചിട്ട് എങ്ങനെ അളക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ വെയിങ് സ്കെയിൽ എപ്പോഴും നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിൽ വേണം വെക്കാനായിട്ട്. അങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം. നമ്മൾ രണ്ട് ബട്ടൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ഓൺ ഓർ ടയർ ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാൻ പറ്റും. പിന്നെ രണ്ടാമത്തത് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ യൂണിറ്റ് ബട്ടൺ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാമിൽ വേണോ, മില്ലി ലിറ്ററിൽ വേണോ, ഔൺസിൽ വേണോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ യൂണിറ്റ് ബട്ടൺ. അതൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് ബൗളിലാണോ നമ്മൾ ഇൻഗ്രീഡിയൻ്റ് അളക്കാൻ പോണത് ആ ബൗൾ നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ പവർ ബട്ടൺ ഒന്നും പ്രസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൺ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നമ്മളുടെ മെഷീനിൽ 0 എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണോ അളക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ വെയിങ് സ്കെയിൽ ഓൺ ആക്കാം. ഓണായിട്ട് 0 എന്ന് എഴുതി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൗള് വെച്ചു കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ബൗളിൻ്റെ വെയിറ്റ് ആണ് നമുക്ക് ആദ്യം തന്നെ കാണിച്ചു തരാം. നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് അളക്കുമ്പോൾ നമുക്ക് ആ ബൗളിൻ്റെ നമ്മളുടെ വെയിറ്റ് ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും ടയർ ബട്ടൺ ഓൺ ടയർ എന്ന് എഴുതിയ ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും അത് 0ലോട്ട് വരും. അപ്പോൾ നമ്മളെ വെയിങ് സ്കെയിലിൻ്റെ മുകളിൽ എന്താണോ വെയിറ്റ് ഇരിക്കണത് ആ വെയിറ്റ് നമുക്ക് വെയിങ് സ്കെയിൽ കാണിച്ചു തരില്ല. ഇനി നമുക്ക് നമ്മളുടെ ഇൻഗ്രീഡിയൻറ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ എങ്ങനെയാണ് ഇനി ഇൻഗ്രീഡിയൻ്റ് അളക്കണേന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 0 അല്ലേ, നമ്മളുടെ ബൗൾ വെച്ചിട്ട് 0 അല്ലേ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് അളക്കാൻ പോണത്. അപ്പോൾ ഞാനൊരു 40 ഗ്രാംസ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കുറച്ചായിട്ട് നമ്മൾ ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴാണ് 40 എന്ന് നമുക്ക് കാണാൻ പറ്റണത് അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ 40 ഗ്രാംസ് മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി നമ്മൾ അളന്നെടുക്കണത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു, ഇപ്പോൾ നമ്മൾ വെയിങ് സ്കെയിലിൽ അളക്കുമ്പോൾ നമുക്ക് നല്ല ആക്യുറേറ്റ് മെഷർമെൻറ്റ്സ് ആണ് നമുക്ക് കിട്ടണത്. ഇപ്പോൾ ഗോതമ്പ് പൊടി അളന്നപ്പോൾ കണ്ടില്ലേ 40 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 40 ഗ്രാം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് ഒരു കപ്പ് സെറ്റ് വെച്ച് അളക്കേണ്ടതെന്നും അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്നും നോക്കാം. നമുക്കിവിടെ കോമൺ ആയിട്ട് എല്ലാ ഷോപ്പിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടണത് ഒരു 200 ഗ്രാം മാക്സിമം വരുന്ന കപ്പ് സെറ്റാണ്. അപ്പോൾ ഞാൻ അതിൽ എങ്ങനെയാണ് അളക്കേണ്ടതെന്നും അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ് വരുന്നതെന്നും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എന്താണോ അളക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഈ കപ്പിലോട്ട് നിറച്ചും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കപ്പിൽ കറക്റ്റ് കുറച്ചധികം നിൽക്കണ പോലെ എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യണ ഒരു കത്തി എടുക്കുക. കത്തി എടുത്തിട്ട് ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നമ്മൾ ലെവൽ ചെയ്തിട്ട് കിട്ടുമ്പോൾ നമ്മളെ കപ്പിൽ ഇങ്ങനെയാണ് കാണാനുണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 200 ഗ്രാമിൻ്റെ കപ്പ് സെറ്റാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇതിൽ അളക്കുമ്പോൾ 200 ഗ്രാം നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാനിത് വെയിങ് സ്കെയിലിൽ എത്രയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വെയിങ് സ്കെയിലെടുത്ത് 0 ആക്കാം. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ഗോതമ്പ് പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 126 ഗ്രാംസ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും വെയിങ് സ്കെയിലിൽ അളക്കണത് അപ്രോക്സിമേറ്റ് ആണ് കിട്ടണത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ മെഷർമെൻറ്റ് ഗ്രാമിലാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അത് ഗ്രാമിൽ തന്നെ നിങ്ങൾ അളക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ആ ഒരു മെഷർമെൻറ്റ്, ആ ഒരു കേക്കിൻ്റെ ടെക്സ്ചർ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആക്യുറേറ്റ് മെഷർമെൻ്റ് ആയിരിക്കും വേണ്ടിയിരിക്കുക. അപ്പോൾ അളവ് എങ്ങനെയാണോ കൊടുത്തേക്കണത് അതുപോലെ തന്നെ അളക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വെയിങ് സ്കെയിലിൽ അതുപോലെ നമ്മളുടെ കപ്പ് സെറ്റിലൊക്കെ മെഷർമെൻ്റ് എടുക്കാൻ ക്ലിയറായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മെയിനായിട്ട് നമ്മളുടെ ഈ ഒരു വീഡിയോൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാമിലാണ് മെഷർമെൻറ്റ് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെയിങ് സ്കെയിൽ വെച്ച് തന്നെ അളക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങളുടെ മെഷർമെൻറ്റ്സ് കപ്പിലാണെങ്കിൽ കപ്പിൽ തന്നെ അളക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ സപ്പോസ് നമ്മളുടെ മുന്നത്തെ ഒരു വീഡിയോ ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഫ്രഞ്ച് മാക്കറോൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ജാപ്പനീസ് ചീസ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രഞ്ച് മാക്കറോൺസിലൊക്കെ നമ്മൾ 122 ഗ്രാംസ്, 3 ഗ്രാംസ്, 1 ഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ അളവും എടുക്കുന്നത്. അപ്പോൾ ഈ 1 ഗ്രാമൊക്കെ നമ്മൾ കപ്പ് സെറ്റിൽ അളന്ന് വരുമ്പോൾ നമ്മളുടെ മെഷർമെൻറ്റ് മൊത്തത്തിൽ മാറുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ ആയാലും ബിസ്ക്കറ്റിൻ്റെ ആയാലും കുക്കിയുടെ ആയാലും ടെക്സ്ചർ ഒന്നാകെ മാറിപ്പോവും. അപ്പോൾ വെയിങ് സ്കെയിലിലുള്ളത് വെയിങ് സ്കെയിലിൽ തന്നെ അളക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുപാട് പേരൊക്കെ ഡൗട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. ചില കാര്യങ്ങളൊന്നും നമുക്ക് കൺവേർട്ട് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ വെയിങ് സ്കെയിൽ ഇല്ലാണ്ട് സങ്കടപ്പെട്ടിട്ടാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ ഒരുപാട് കൺവേർഷൻ ചാർട്ടുകൾ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. പക്ഷെ അതും ആക്യുറേറ്റ് മെഷർമെൻ്റ് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും 1 ഗ്രാം 2 ഗ്രാം അങ്ങനത്തെ ഡിഫറൻസിലൊക്കെ നിങ്ങൾക്ക് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് വെയിങ് സ്കെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് എങ്ങനത്തെ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് വാൻസ എന്ന് പറയുന്ന കമ്പനിയുടെ, ഇതിനിപ്പോൾ ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 850, 900 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അധികം വലിപ്പമില്ലാത്ത കൊച്ചു വെയിങ് സ്കെയിലൊക്കെയാണ് ഇഷ്ടം. അതുപോലെ തന്നെ 200 ഗ്രാമിന് മേലോട്ട് നിങ്ങൾ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊച്ച് വെയിങ് സ്കെയിലൊക്കെ അവൈലബിൾ ആണ്. പോക്കറ്റ് സ്കെയിൽ എന്നാണ് നമ്മൾ ഇതിനെ പറയാം. ഇതിനൊക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 150, 200 ആ ഒരു റേഞ്ചിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ വെയിങ് സ്കെയിൽ തന്നെ നമുക്ക് മിനിമം റേഞ്ച് ഒരു 200 രൂപ തൊട്ട് മേലോട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങിക്കാം. ആക്യുറേറ്റ് മെഷർമെൻറ്റ് അളക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളോട് ചോദിക്കാം. ഞങ്ങൾ ഉറപ്പായിട്ടും ഇതുപോലെ നേരിട്ട് വന്ന് ആ സംശയങ്ങൾ തീർക്കാനായിട്ട് ശ്രമിക്കാം. ഇനിയും നല്ല നല്ല ഒരുപാട് വീഡിയോസും ഇൻട്രാക്റ്റീവ് സെഷൻസൊക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് വരും. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.